ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 17 വയസ്സുകാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം. കൊലപാതകമെന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സിജോ വർഗീസ് ചേർന്നു. സിജോ, എന്താണ് സംഭവിച്ചത്? ധന്യ രാവിലെ 11 മണിയോടെയാണ് ഈ പെൺകുട്ടിയെ വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പൊതുവെ താമസിച്ച് എഴുന്നേൽക്കുന്ന ഒരു പ്രകൃതമുള്ള പെൺകുട്ടിയായിരുന്നു എന്നാണ് ഈ വീട്ടുകാരുമായി അടുപ്പമുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ പതിവ് പോലെ പണിക്ക് പോവുകയും ചെയ്തു. ഇതിനിടയിൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയ കുട്ടിയുടെ അമ്മ ഈ പെൺകുട്ടി എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഉടനെ തന്നെ അയൽവാസികളെയും പോലീസിനെയും എല്ലാം വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഈ കഴുത്തിൽ ബെൽറ്റ് മുറുകിയ നിലയിൽ കാണപ്പെട്ടത്. 2 വർഷം മുമ്പ് ഉണ്ടായ ഒരു പോക്സോ കേസിലെ അതിജീവിത കൂടിയാണ് ഈ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ഒരു കൊലപാതകമാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പോലീസ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കും. എന്തുമായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇരട്ടയാർ ടൗണിന് സമീപത്തായി തന്നെയാണ് ഈ വീട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ പുറത്തുനിന്നൊരാൾ വീട്ടിൽ വന്നു പോയിട്ടുണ്ടോ എന്നുള്ളതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. തന്നെയാണ്. ശരി സിജോ.